ഒരു വശത്ത് ഇസ്രായേലിനെ ലോകത്തെമ്മാടി എന്ന് വിളിക്കുക, മറുവശത്ത് ഇസ്രായേലുമായി സഹകരിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പതിവ് ഇരട്ടത്താപ്പ് ഇസ്രായേലിന്റെ കാര്യത്തിലും ഇപ്പോഴിതാ ചർച്ചയാവുകയാണ്. വിദ്യാഭ്യാസ കാർഷിക മേഖലകളിലാണ് കേരള സർക്കാർ ഇസ്രായേലുമായി സഹകരിച്ച് പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്നത്. മന്ത്രി പി രാജീവിന്റെ ഭാര്യ ഡോക്ടർ വാണി കേസരി കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേലിലെ ഹൈഫ യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2023 ഇസ്രായേൽ എംബസി വഴി കാർഷിക മേഖലയിൽ നടത്തിയ സഹകരണ പ്രോജക്റ്റുകളാണ് കേരളം ഇസ്രായേൽ സഹകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പ്രോജക്റ്റുകൾക്ക് വേണ്ടി സംസ്ഥാന ബജറ്റിൽ പ്രത്യേക നീക്കിവയ്പ്പുകളും സർക്കാർ നടത്തിയിട്ടുണ്ട്. ഒപ്പം കേരളത്തിന്റെ കാർഷിക സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇതേ വർഷം കർഷകരുടെ ഒരു ടീം ട്രെയിനിങ്ങിന് ഇസ്രായേൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. 2017 പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ നിശിതമായി വിമർശിച്ച മുഖ്യമന്ത്രി 2022 ഇസ്രായേൽ കൗൺസിൽ ജനറൽ ടാമി ബെൻ ഹൈമിനെ സ്വീകരിക്കുകയും ടൂറിസം മേഖലയിലടക്കമുള്ള സഹകരണങ്ങളുടെ സാധ്യതകൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇതാണ് മുഖ്യന്റെ ഇരട്ടത്താപ്പ്. കൂടാതെ 2019 ടെല്ലവീവിൽ നടന്ന ഇന്റർനാഷണൽ മെഡിറ്ററേനിയൻ ടൂറിസം മാർക്കറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രായേലി വിപണിയിൽ കേരള ടൂറിസം ചരിത്രത്തിലാദ്യമായി പ്രവേശിക്കുകയും ഇസ്രായേലി ടൂറിസം ഫോറങ്ങളിൽ നേരിട്ടുള്ള സർക്കാർ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ 2021 ഇസ്രായേലി സാങ്കേതിക കമ്പനികൾക്ക് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങാൻ സർക്കാർ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അവരുമായി ഔദ്യോഗിക പങ്കാളിത്തവും സ്ഥാപിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള 5 സ്റ്റാർട്ടപ്പുകളാണ് ഇസ്രായേലി ഇന്നോവേഷൻ ഇക്കോസിസ്റ്റങ്ങളുമായി നേരിട്ട് സഹകരണത്തിൽ ചേർന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ നേരിട്ടിടപെട്ട ഈ സഹകരണങ്ങൾക്ക് പുറമെയാണ് ദേശീയ തലത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യ ഇസ്രായേൽ സഹകരണ പദ്ധതികളിലെ കേരളത്തിന്റെ പങ്കാളിത്തം. എന്തായാലും ഒരു വശത്ത് ഇസ്രായേലിനെ വിമർശിക്കുകയും എന്നാൽ മറുവശത്ത് സഹകരിക്കുകയും ചെയ്യുന്ന മുഖ്യന്റെ ഇരട്ടത്താപ്പ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.